പോയ പോലെ തോന്നുന്നു. വോട്ട് പോയാ കയ്യിന്ന് പോയി. ശരിയല്ല. ശരി, ഈ സംസാരത്തിൽ വർഗീയത ഉണ്ടോ ചേട്ടന് വിചാരിക്കുന്നു? വർഗീയത ഉണ്ട് ആൾക്ക്. ഉണ്ട്. നല്ല ഇഷ്ടമായി എന്താ വോട്ട് ചെയ്യാത്തത്? എന്താ അല്ല, ഇനിയും അടുത്തത് പ്രാവശ്യം നിൽക്കുമ്പോ ചെയ്യാം. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയാണ് നമ്മളെ കേന്ദ്രമന്ത്രി. തൃശ്ശൂരിന്റെ വോട്ട് ചെയ്യിപ്പിച്ചല്ലേ? ചേട്ടൻ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നാ? ചേട്ടൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി? വോട്ട് ചെയ്തിപ്പോ കേന്ദ്രമന്ത്രി ആയിരിക്കാണ്. എന്താണ് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ചിലപ്പോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് മാത്രമേ ഒരു അപാകതയുള്ളൂ. ആളൊരു പറ്റിക്കേണ്ട ഇതൊന്നും ഇല്ലല്ലോ. ആരും പറ്റിക്കണമെന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെ കഥ പറഞ്ഞ മാതിരി എനിക്കൊരു 1000 പുറത്തെ മറ്റവന് ഒരു 50 കൊടുത്താമേ എന്നുള്ള പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ സംഭവം. ആൾക്കാരെ അടുത്ത് പറ്റിക്കുന്നുള്ള ചിന്തയില്ല. രാഷ്ട്രീയക്കാരും മൊത്തത്തില് പറ്റിക്കുന്ന വ്യവസ്ഥ. ഇയാളെ ആരെയും പറ്റിക്കുന്നില്ല. ഇല്ല, പറ്റിക്കില്ല. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ ചെറിയൊരു അപാകതയുള്ളത്, ചെറിയൊരു ഒടുവാഴ്ച ചിലത് പെടുന്ന അബദ്ധത്തിൽ പോയിട്ടുണ്ടെന്നുള്ളൂ. ചെറിയൊരു വ്യത്യാസം അതൊന്ന് ശരിയാക്കാവുന്ന രീതിയുള്ളൂ. അതൊന്ന് വിളിച്ചാൽ ആളെ പക്കാ ഡീസന്റ്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഇപ്പൊ തൃശ്ശൂരിന് കിട്ടിയ? തൃശ്ശൂരിന് ഇപ്പൊ വരാൻ പോകുന്നുണ്ടല്ലോ അയാള്. ഇതിന്റെ നമ്മുടെ റെയിൽവേയുടെയും അതുപോലെ തന്നെ മെട്രോ തൃശ്ശൂർക്ക് മാറ്റാന്നുള്ള ഒരു കണ്ടീഷനും വരുന്നുണ്ടല്ലോ. പിന്നെ അവര് മാരി കോരി എല്ലാവരും ഞങ്ങൾക്ക് കൊടുക്കില്ലല്ലോ. അതൊക്കെ വരട്ടും. ഇപ്പത്തെ നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപി ആവണം തന്നെയാണോ ചേട്ടന്റെ തീരുമാനം? സുരേഷ് ഗോപി നല്ല പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചെയ്യും. ആരെയും ചെയ്യും. നല്ലത് നമ്മുടെ ഞങ്ങൾക്കൊരു ഉപകാരം ഉണ്ടോ അവർക്ക് വോട്ട് ചെയ്യും. പാർട്ടില്ല, മനുഷ്യനാണ്. അവരെന്ത് നല്ലത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും BJP എല്ലാം കൊണ്ട് വിജയിച്ചു പോകുന്നത്. ചേട്ടൻ BJP ആണോ? ഞാൻ BJP പറയല്ല, അവരെ നിലവാരം അനുസരിച്ച് പറയണം. അല്ലാണ്ട് ഇവിടെ ഉള്ള ആൾക്കാര് BJP പറഞ്ഞ ശരിയല്ല. അതിപ്പോ BJPയുടെ കാലം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ? അവരിനി എത്ര സീറ്റ് പിടിക്കും? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ചേട്ടൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന? തൃശ്ശൂർക്കാരനല്ലേ? തൃശ്ശൂർ വോട്ട് ചെയ്തു. സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ ഭരണം? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇത്തിരി ഡിമ്മാണ് പറയണേ. മോശമായെന്ന് പറയണ ആള് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത്തിരി കിട്ടിയിട്ടില്ല. ആൾക്ക്. അത് ഇപ്പൊ ആളോട് ഒഴിഞ്ഞു പോണ്. സ്ഥാനമൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ പണ്ട് നല്ല ഇതായിരുന്നു. അത് വെച്ചിട്ട് ആളെ ജയിപ്പിച്ചു. ഒരു നമ്മുടെ വോട്ട് നമ്മൾ കൊടുത്ത പോയ പോലെ തോന്നുന്നു. വോട്ട് പോയാ കയ്യിന്ന് പോയി. ഈ കാര്യമില്ല. ഇനി ആൾക്ക് അത്ര വോട്ട് അവിടെ കിട്ടാൻ സാധ്യതയില്ല. ഇനി പ്രതീക്ഷ ഇല്ല. അപ്പൊ ഇനി ഒരു വർഷം ആവാൻ പോണല്ലോ. നമ്മളൊരു സിനിമ നടൻ നിലയിൽ ആളെ പിന്നെ ആള് കുറച്ച് കാര്യം ഒരു നല്ല ഇതായിട്ട് തോന്നിയാലുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ഒരു ഇത് ചെയ്തത്. ഇപ്പൊ അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പോണത്. ഇപ്പൊ ഇനി അതിനിടയ്ക്ക് കേന്ദ്രമന്ത്രിയായി, ഇപ്പൊ ഇവിടുത്തെ MLA ആയി. ഇനി ഒരു ചാൻസ് അവർക്ക് കിട്ടില്ല. മക്കളൊക്കെ കുറച്ച് നാമീന്ന് കയ്യിന്നൊക്കെ പോയി വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒക്കെ പോയി. ആളുടെ കുറെ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ ആള് പതുക്കെ പിന്നോട്ടാണ് കാണുന്നത്. ആളുടെ ഈ സംസാരത്തിൽ വർഗീയത ഉണ്ടോ ചേട്ടന് വിചാരിക്കുന്നു? വർഗീയത ഉണ്ട് ആൾക്ക്. ആൾക്ക് ആൾക്ക് ഉണ്ട്. അതാളെ ഇടയ്ക്കുള്ള ഇതില് ആൾക്കത് വരുന്നുണ്ട്. എനിക്കത് സംസാരത്തിൽ വരുന്നുണ്ട്. ആരെ അറിയാണ്ട് തന്നെ അങ്ങനെ വരണ്ട്. തെറ്റുപറ്റിന്ന് തോന്നണേ. നല്ലൊരു വ്യക്തി ആണല്ലോ. ഇവിടെ ഒരു പുരോഗമനമൊക്കെ ഉണ്ടാക്കും പ്രതീക്ഷ. കൊറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. അതൊന്നും പാലിച്ചിട്ടില്ല. അതാണ് ഇത്. പേരെന്താണ്? പേര് ശിവൻ. എന്റെ അപ്പൊ ഇനിയൊരു ഇത് കിട്ടില്ല എന്നാ വിചാരം. ആൾക്ക് സാധ്യത കുറവാണ്. പിന്നെ നല്ലൊരു മന്ത്രിക്കാനുള്ള ചാൻസാണ് കൊടുത്തത്. കൊടുത്ത ആള് ദുരുപയോഗം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം? ഇല്ല. എന്ത് പറ്റി? സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ല. എന്ത് പറ്റി? അത് ഞങ്ങള് ചാലക്കുടിക്കാര്, ഞങ്ങള് ഇടത്തിന്റെ ആൾക്കാരാണ്. ഇടതുപക്ഷത്തിന്റെ. അപ്പൊ സുരേഷ് ഗോപി വോട്ട് ചെയ്തില്ല. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഇപ്പൊ കേന്ദ്രമന്ത്രിയായി ജയിച്ച അദ്ദേഹം എന്നിട്ട് ഇപ്പൊ ഭരണം ചെയ്തോണ്ടിരിക്കുകയാണ്. ഭരണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപി ഇഷ്ടമാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ ഭരണം എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ഭരണം. കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നിട്ട് നല്ല ഭരണം നല്ല ഇഷ്ടമായി എന്തിനാ വോട്ട് ചെയ്യാത്തത്? എന്താ? അല്ല, ഇനിയും അടുത്തത് പ്രാവശ്യം നിൽക്കുമ്പോ ചെയ്യാം. അദ്ദേഹത്തിന്റെ ഭരണമൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.
നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്യാനായിട്ടേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു വേറൊരു പാർട്ടിയിലേക്ക് ആവാൻ പറ്റില്ല. ആവാൻ പറ്റില്ല. അതാണ് നമ്മളൊരു പാർട്ടിയിൽ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണ് വോട്ട് കൊടുക്കുക. വ്യക്തിയെ നോക്കിയിട്ട് വോട്ട് കൊടുക്കാറില്ല. വ്യക്തി നോക്കിയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മള് കാലങ്ങളായിട്ട് കാരണന്മാരായിട്ടും ഇടത്തിന്റെ ആൾക്കാരാണ്. പിന്നെ അത് നമ്മളൊരാളായിട്ട് മാറാൻ പറ്റില്ല. ഭർത്താവ് ഇതിന്റെ മെയിൻ ആളാണ്, പിണറായി വിജയൻ. ഞാനും അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇടതിന് കുത്തിയത് നഷ്ടമായും ചോദിച്ചിട്ടില്ലേ? നഷ്ടായ അത് ഇപ്പൊ എന്നിട്ട് പറയാനൊന്നും പറയാൻ പറ്റാത്ത ഭരണപ്പ എങ്ങനെയുണ്ട്? കാണുമ്പോ ആളെ കണ്ട ആളെ ഭംഗിയില്ലേ, ആള് കാണാൻ ഭംഗിയില്ലേ, നല്ല താടിയും മറ്റേ ഒട്ടക്കൊമ്പന ഏതോ കൊമ്പനൊക്കെ ആള് കാണാൻ ചൊള്ളാണ്. കാണാൻ ചൊല്ലലാണ്. പ്രസംഗമൊക്കെ കേൾക്കാറുണ്ടോ?